കേരളത്തിലെ ഏറ്റവും വലിയ യൂസ്ഡ് പ്രീമിയം കാർ ഡീലേഴ്സ് ആയിട്ടുള്ള റോയൽ ഡ്രൈവ് സ്പോൺസർ ചെയ്യുന്ന നമ്മുടെ കാർ ഹണ്ട് സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചർ ഏരിയയിലാണുള്ളത്. നമ്മൾ ദുബായിലേക്ക് പോവുകയാണ്. ഏകദേശം ഫ്ലൈറ്റ് ചെക്ക് ഇൻ ചെയ്യുന്ന ഒരു സമയം ആളുകളൊക്കെ ചെക്ക് ഇൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളും ഫ്ലൈറ്റിനകത്തേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് ഓരോ വിമാനത്തിനകത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം, ഫ്ലൈറ്റിനടുത്തേക്ക് പോകാം. ആ വീഡിയോ വിശദമായിട്ട് കാണാം. അപ്പോൾ നമ്മൾ വിമാനത്തിൽ കയറിയിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബോയിങ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന എയർ ഇന്ത്യ വിമാനമാണ് നമ്മൾ ദുബായിലേക്ക് യാത്ര ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് പോകുന്നതുകൊണ്ട് ഇന്ത്യൻ വാഹനത്തിൽ പോകുന്നു എന്നുള്ളതാണ്. ഒരു സൈഡിൽ 3 സീറ്റാണ് ഉണ്ടാവും. അതുപോലെ തന്നെ ഞങ്ങൾ ഇരിക്കുന്ന സെൻറ്റർ 3 സീറ്റാണ്, തൊട്ടപ്പുറത്ത് 3 സീറ്റാണ്. ഉബൈദൊക്കെ അവിടെയാണ്, അഫലും നിയാസും ഒക്കെ നമ്മളൊപ്പം ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു രഹസ്യം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിമാനത്തിൻ്റെ എഞ്ചിൻ നമ്മളിപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഈ എഞ്ചിൻ്റെ നടുവിലായിട്ട് ഒരു വെള്ള വര കണ്ടിട്ടുണ്ട്, ഒരു കോമയൊക്കെ ഇട്ട പോലെ ഒരു സ്പിന്നിൻ്റെ ചിഹ്നം പോലെയുള്ള ഒരു വര. ഈ ഒരു ഡിസൈൻ അവിടെ കൊടുത്തിട്ടുള്ളത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എഞ്ചിൻ വർക്കിംഗ് ആണോ അല്ലയോ എന്ന് ഗ്രൗണ്ട് സ്റ്റാഫിന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ഈ എഞ്ചിൻ പ്രവർത്തിക്കുന്ന സമയത്ത് ഇത് ഉള്ളിലേക്ക് കാര്യമായിട്ട് സക്ക് ചെയ്തെടുക്കും എയറിൽ. അപ്പോൾ അതിൻ്റെ പരിസരത്തൊക്കെ ആരെങ്കിലും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ സക്ക് ചെയ്തെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ദൂരെ നിന്ന് തന്നെ നോക്കുന്ന സമയത്ത് ഗ്രൗണ്ട് സ്റ്റാഫിന് മനസ്സിലാവണമെന്ന് ഈ എൻജിൻ വർക്കിംഗ് ആണോ അല്ലേ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഡിസൈൻ അവിടെ കൊടുത്തിട്ടുള്ളത് എന്നാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിനകത്ത് 13-ാം നമ്പർ സീറ്റില്ല എന്നുള്ളതാണ്. 12 കഴിഞ്ഞിട്ട് പിന്നെ 14ആണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും 13 എന്ന് പറയുന്ന നമ്പറിന് പലരും ഒരു അൺലക്കി നമ്പറായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു അൺലക്കി വിമാനത്തിൽ സംഭവിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് പല വിമാന കമ്പനികളിലും 13-ാം നമ്പർ സീറ്റില്ലാത്തത്. പക്ഷേ 13-ാം നമ്പർ സീറ്റുള്ള വിമാനങ്ങളുണ്ട് കേട്ടോ. ചില വിമാനത്തിനകത്തുണ്ട് ആ അൺലക്കി നമ്പർ പരിഗണിക്കാതെ 13-ാം നമ്പർ സീറ്റ് കൊടുത്ത വിമാനങ്ങളും നിലവിലുണ്ട്. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വിമാനത്തിനകത്ത് കയറിയ ആളുകൾ എപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമായിരിക്കും ഈ സീറ്റ് ബെൽറ്റ്. ഇത് ഉണ്ടോ, ഇവിടെ മാത്രമുള്ള തരത്തിലുള്ളൊരു സീറ്റ് ബെൽറ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ കാറിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിൽ ഇങ്ങനെയുള്ള ക്രോസ് ആയിട്ടുള്ള സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാത്തതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതിനൊരു കാരണമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റ് ബെൽറ്റിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റിൽ നമ്മൾ കാറിൽ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു സേഫ്റ്റി മെഷറൊന്നുമല്ല. നേരെ മറിച്ച് ഇതിൽ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ഈ എമർജൻസി ലാൻഡിങ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ടർബുലൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് സീറ്റിൽ നിന്ന് തെറിച്ച് വീഴുക എന്നുള്ള ആ ഒരു കാര്യത്തെ തടുക്കുക എന്നുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സീറ്റിൽ തന്നെ നമ്മളെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ സീറ്റ് ബെൽറ്റുകൾ വിമാനത്തിനകത്ത് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പർപ്പസ് ഈ ഒരു സംഭവം കൊണ്ട് തന്നെ ക്ലിയറായി പോകുന്നതുകൊണ്ട് മറ്റേ സീറ്റ് ബെൽറ്റ് വെച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു ഡേഞ്ചർ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ ഏത് സീറ്റ് ബെൽറ്റ് കൊണ്ടും കാര്യമായൊരു ഉപയോഗമില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അത്തരം ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്നുകൂടി ഈ ഒരു ഫീച്ചർ പറയുന്ന സമയത്ത് പറയേണ്ടി വരും. ഒരു വിമാനത്തിനകത്ത് ക്യാപ്റ്റനെയും അതുപോലെ തന്നെ സഹ പൈലറ്റിനെയും എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വിമാനത്തിൻ്റെയും ഫ്രണ്ടിലേക്ക്, ഇപ്പോൾ നമ്മളിരിക്കുന്നത് വെച്ചാൽ ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്തിട്ടാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇടതുഭാഗത്ത് 2 ചെയറാണ് കോക്പിറ്റിനകത്ത് ഉണ്ടാവുക. 3 ഉണ്ട് കേട്ടോ. അപ്പം 2 നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടതുഭാഗത്തിരിക്കുന്നയാളായിരിക്കും എപ്പോഴും ആ വിമാനത്തിൻ്റെ പ്രധാന പൈലറ്റ്, അതായത് ക്യാപ്റ്റൻ. വലത് സൈഡിലിരിക്കുന്നയാളായിരിക്കും കോ പൈലറ്റ്, അതായത് സഹ ക്യാപ്റ്റൻ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ വിമാനത്തിൻ്റെ ഒരു റിവേഴ്സ് ഗിയർ ഇല്ല. ഒരു സമയത്ത് ഞാനിതിൻ്റെ ഒരു എഞ്ചിനീയർ ഇങ്ങനെ കണ്ട സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഒരു വിമാനത്തിന് റിവേഴ്സ് ഗിയർ വെക്കാത്തത് എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് ഗിയറിന് ആകെ ഒരു പർപ്പസാണുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയെ റിവേഴ്സ് കൊണ്ടുവരിക എന്നുള്ളത്. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? പാർക്കിംഗ് സ്ലോട്ടിൽ നിന്ന് റൺവേയിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ റൺവേയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന കുറഞ്ഞ സമയം മാത്രം. ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് റിവേഴ്സ് ഗിയർ വെക്കുമ്പോൾ ഒരുപാട് ടെക്നോളജി ചേഞ്ചസ് വരുത്തേണ്ടതുണ്ട്. അപ്പം അത്രയും റിസ്ക് എടുക്കുന്നതിനേക്കാളും നല്ലത് ഒരു പുള്ളറിൻ്റെ സഹായത്തോടു കൂടി തള്ളുക എന്നുള്ളത് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇപ്പോഴും വിമാനത്തെ ട്രക്കിലേക്ക് കൊണ്ടുപോകാൻ ഒരു തള്ളുന്ന ഒരു യന്ത്രത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. പലരും എയർപോർട്ടിൽ നിൽക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരിക്കും എന്നാണ്. അപ്പോൾ നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട്, ഡെസേർട്ട് ഉണ്ട്, അതുപോലെ തന്നെ നോൺ വെജാണ്. ഈ ഭക്ഷണം നമ്മുടെ എയറോപ്ലെയിനിൽ ഇരുന്ന് കഴിക്കുന്ന സമയത്ത് ശരിക്കും നമുക്കൊരു ടേസ്റ്റ് കുറവ് ഫീൽ ചെയ്യും. അങ്ങനെ ഉണ്ടാവും? കുറവ് തോന്നുന്നുണ്ടോ? ആൾട്ടിറ്റ്യൂഡിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് നമ്മളെ അതാണ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ. മലയാളത്തിൽ പറഞ്ഞാൽ രുചിമുകുളങ്ങൾ അല്ലേ? അതിന് ഒരു അതെ അതിനൊരു പ്രശ്നം ഉണ്ടാവും. അതായത് നമ്മൾ ഇത്രയും ഉയരത്തിലാണ് നിൽക്കുന്നത്,
അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനൊരു ടേസ്റ്റ് കുറവുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും എന്നതാണ്. ഭക്ഷണത്തിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയാം. വിമാനത്തിനകത്ത് പൈലറ്റിന് കൊടുക്കുന്ന ഭക്ഷണവും കോ പൈലറ്റിന് കൊടുക്കുന്ന ഭക്ഷണവും രണ്ടായിരിക്കും. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവരും ഒരേ ഭക്ഷണം തന്നെ കഴിച്ചപ്പോൾ ഒരു ഭക്ഷ്യ വിഷബാധ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ധാരാളം അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ഫ്ലൈറ്റ് ഉടനെ തന്നെ ലാൻഡ് ചെയ്യേണ്ടിയും ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ആ ഒരു സിറ്റുവേഷൻ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പാസഞ്ചേഴ്സിന് കൊടുക്കുന്ന ഭക്ഷണമായിരിക്കില്ല പൈലറ്റ് കഴിക്കുന്നത്. അതുപോലെ തന്നെ പൈലറ്റിൽ തന്നെ 2 പേർക്കും 2 തരത്തിലുള്ള ഭക്ഷണമാണ് കൊടുക്കുക എന്നുള്ളതാണ്. പൈലറ്റിൻ്റെ കഥ പറഞ്ഞ സമയത്ത് ഫ്ലൈറ്റിലെ മറ്റുള്ള ജീവനക്കാരുടെ കഥയും കൂടി പറയാം. ദീർഘദൂര യാത്രകൾ, ഇപ്പം നമ്മൾ US ഫ്ലൈ ചെയ്യുകയാണ്, അല്ലെങ്കിൽ 10 മണിക്കൂറും 12 മണിക്കൂറും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വിമാനത്തിനകത്ത് ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുക. അതായത് നമ്മുടെ എയർ ഹോസ്റ്റസും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഈ വിമാനത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അവർക്ക് വിശ്രമിക്കാനുള്ള ഒരു റൂമും കൂടി ഉണ്ടാവുമെന്ന് ഞാൻ എവിടേക്കോ വായിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ നമുക്കിതുവരെ പറ്റിയിട്ടില്ല. കാരണം ബിസിനസ് ക്ലാസ് യാത്രക്കാർ ഇരിക്കുന്ന സ്ഥലമല്ലേ, അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു സീക്രട്ട് ബെഡ്റൂം ടൈപ്പിലാണ് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ പറയപ്പെടുന്നു. അതെ, പക്ഷേ നമ്മളിതുവരെ കണ്ടിട്ടില്ല. ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും, വെറുതെ പറയുമല്ലോ. പക്ഷേ നമ്മളിതുവരെ അങ്ങനത്തെ ഒരു ഫ്ലൈറ്റിനകത്തും യാത്ര ചെയ്തിട്ടില്ല. നേരെ മറിച്ച് അത്രയും ദൂരം നമ്മളിതുവരെ യാത്ര ചെയ്തിട്ടില്ല. എന്തെങ്കിലും നമ്മൾ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് നോക്കിയിരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാം. ചില വിമാനത്തിനകത്ത് നമ്മൾ ഈ ഒരു വിൻഡോ ഉണ്ടല്ലോ, വിൻഡോയുടെ ഭാഗത്തായിട്ടൊരു കറുത്ത അടയാളം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളറിലൊരു ത്രികോണ അടയാളം ഒക്കെ മാർക്ക് ചെയ്ത് വെക്കാറുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് ക്യാപ്റ്റൻ്റെ ഭാഗത്തു നിന്ന് ക്രൂ മെമ്പേഴ്സിന് നിർദ്ദേശം കൊടുക്കും. അതായത് ഫ്ലാപ്പുകളൊക്കെ കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കത് നോക്കാൻ ഏത് വിൻഡോയിലൂടെ നോക്കിക്കഴിഞ്ഞാലാണ് കറക്റ്റായിട്ട് ചിറക് കാണുക എന്നുള്ളതായിരിക്കും ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബോയിങ് ആണ്. ഇതിനകത്ത് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ഇനി എയർ ഇന്ത്യ ആയതുകൊണ്ട് കാണാത്തതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളിപ്പോൾ സാധാരണ ഒരു A320 ഫ്ലൈ ചെയ്യുന്ന സമയത്ത് സ്ഥിരമായിട്ട് നമ്മൾ ആ ഒരു ചിത്രം കാണാറുണ്ട്. അങ്ങനെ നമ്മൾ 3.25 മണിക്കൂറോളം നിർത്താതെ പറന്ന് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡൊമസ്റ്റിക്കിലൊക്കെ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ തന്നെ നമ്മൾ പലപ്പോഴും ഫ്ലൈ ചെയ്യാറുള്ള A320 നിന്നൊക്കെ വ്യത്യാസപ്പെട്ടുകൊണ്ട് ബോയിങ്ങിനകത്തുള്ള സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടർബുലൻസ് ഒക്കെ വരുന്ന സമയത്തുള്ള ഇളക്കം അത് മറ്റതിനെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും എന്നാണ്. അതുപോലെ തന്നെ ഭയങ്കര യാത്രാ കംഫർട്ടാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റിംഗ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നല്ല പൊസിഷൻഡായിരിക്കും. അങ്ങനെ ചെറിയ ബാഹ്യമായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഇനി ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോക്പിറ്റിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പം A320 അകത്തൊക്കെ വരുന്ന ജോയിസ്റ്റിക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ബോയിങ്ങിനകത്ത് ഇപ്പോൾ നമ്മൾ ആ യോക്സൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ലാൻഡിങ്ങും ഇതൊക്കെ അപ്പം ഫ്ലൈ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഓട്ടോ പൈലറ്റ് അല്ല വർക്ക് ചെയ്യാറുള്ളത്. മാനുവലി തന്നെ ഫ്ലൈ ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ മാനുവലി തന്നെ ലാൻഡ് ചെയ്യിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും കുറഞ്ഞ വിസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 300 മീറ്ററാണ്. ആകാശത്തുനിന്ന് 300 മീറ്റർ ദൂരത്തിൽ റൺവേ കണ്ടു കഴിഞ്ഞാൽ വിമാനത്തിന് ഇറക്കാം എന്നുള്ളതാണ്. അത് പല കാറ്റഗറി ഉണ്ട്. 300 വരെയാണ് ഏറ്റവും, അതായത് കുറഞ്ഞതും. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് എത്രയും ചിലപ്പോൾ 5 കിലോമീറ്റേഴ്സിൽ അതുപോലെ 3 കിലോമീറ്റേഴ്സിലൊക്കെ ലാൻഡ് ചെയ്യിപ്പിക്കാറുണ്ട്. അത് ഓരോ എയർപോർട്ടിനനുസരിച്ചും അവിടുത്തെ ഫെസിലിറ്റി അനുസരിച്ചും അങ്ങനെയൊക്കെയാണ് വ്യത്യാസം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചർ കൂടി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിമാനത്തിനകത്ത് സിഗരറ്റ് വലിക്കാൻ പാടില്ല. ഈ സിഗരറ്റ് അതുപോലെ തന്നെ നോർമൽ സിഗരറ്റ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും നമ്മൾ ടോയ്ലറ്റിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ആഷ്ട്രേ ഉണ്ട്. അതെന്തിനാണ് കൊടുത്തിട്ടുള്ളതെന്ന് മനസ്സിലായോ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ടല്ല. സിഗരറ്റ് വലിക്കാനും പാടില്ല. ഒരിക്കലും ഫ്ലൈറ്റിൽ വലിക്കുകയും ചെയ്യരുത്. ഫ്ലൈറ്റിലേക്ക് കടത്തി വിടുകയൊന്നുമില്ല സിഗരറ്റ് കാര്യങ്ങളൊന്നും. അതുപോലെ സിഗരറ്റ് കടത്തി വിടും, പക്ഷേ സിഗരറ്റ് ലൈറ്റ് അത് കത്തിക്കാനുള്ള സാധനം കടത്തി വിടില്ല. പക്ഷേ അത് കൊടുത്തിട്ടുള്ള എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ്. വിമാനത്തിനകത്തൊരു ആഷ്ട്രേ ഉണ്ടായിരിക്കണം, അതായത് ടോയ്ലറ്റിനകത്തൊരു ആഷ്ട്രേ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു നിയമഭാഗമായിട്ടാണ് അതവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അധികാരം ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മളിനി എമിഗ്രേഷൻ കൗണ്ടറിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ചെക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ ഇനി നമ്മളുടെ റൂമിലേക്ക് പോകും. അപ്പം ആ വിശേഷങ്ങളൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തുന്നില്ല. തൽക്കാലം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. വിമാനത്തെക്കുറിച്ചുള്ള രസകരമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളായിരുന്നു നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ റോയൽ റിവ്യൂ സ്പോൺസർ ചെയ്യുന്ന കാർ ഹണ്ടിൻ്റെ മറ്റു വീഡിയോകൾക്ക് വേണ്ടി കാത്തുക. മറ്റു വീഡിയോകളൊക്കെ നമ്മൾ അടിപൊളിയാക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക. അപ്പം ഈ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ.